ബ്രൂവറി വിവാദങ്ങൾ അരങ്ങേറുന്ന എലപ്പുള്ളി പഞ്ചായത്തിൽ കോൺഗ്രസ് ഭരണസമിതിക്കെതിരെ CPM അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്തില്ല. അവിശ്വാസ പ്രമേയത്തിൽ CPMന്റെ 8 അംഗങ്ങൾ മാത്രമാണ് ഹാജരായത്. കോൺഗ്രസ് BJP അംഗങ്ങൾ വിട്ടുനിൽക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ആ സാഹചര്യത്തിലാണ് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ കഴിയാതെ പോയത്. കോൺഗ്രസും BJPയും കൂട്ടുനിന്നുകൊണ്ടുള്ള ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഈ ഭരണം ഞങ്ങൾ 4 വർഷമായി സഹിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഇത് ജനങ്ങൾക്ക് മുൻപിൽ BJPയും കോൺഗ്രസും ഒരുമിച്ച് നിന്നാണ് എലപ്പുള്ളി പഞ്ചായത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും എന്ന് ജനങ്ങൾക്ക് മുൻപിൽ തുറന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ അവിശ്വാസ പ്രമേയം കൊടുത്തത്. ഇന്നിപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഈ അവിശ്വാസ പ്രമേയത്തിലൂടെയും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും BJPയും കോൺഗ്രസും എത്രത്തോളം ഒരുമിച്ചാണ് നിൽക്കുന്നത് എന്ന്. ഇത് തന്നെ മതി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഞങ്ങൾക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ കൂടെ ജനങ്ങളുടെ മുന്നിൽ നിരത്താനുണ്ട്. അത് ഞങ്ങൾ അതുമായിട്ടുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നതായിരിക്കും. ഈ വിഷയം ഇപ്പം കൊണ്ടുവന്നത് അസ്ഥാനത്താണ്, ഒരു പ്രസക്തിയുമില്ലാത്തതാണ്. കാരണം എനിക്ക് പറയാനുള്ളത്, സാധാരണ കൂലിപ്പണിക്കാർക്കും കർഷക തൊഴിലാളികൾക്കും വേണ്ടി വാദിച്ച് നടന്ന CPMന്റെ ഇപ്പോഴത്തെ ഒരു ഗതികേട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മദ്യ മുതലാളിമാർക്കും കോടീശ്വരന്മാർക്കും വേണ്ടി പണ്ടൊക്കെ നമ്മൾ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം. ഇതിപ്പോൾ CPMന്റെ ഒരു പരിണാമ സിദ്ധാന്തം. കൂലിപ്പണിക്കാർക്ക് വേണ്ടി വാദിച്ചവർ കോടീശ്വരന്മാർക്കും മദ്യ മുതലാളിമാർക്കും വേണ്ടി വാദിക്കുന്ന സ്ഥിതിയിലേക്ക് അവരുടെ പരിണാമം ആയി മാറി എന്നുള്ളതാണ് എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ആദ്യം CPMന്റെ പഞ്ചായത്ത് അംഗം രാജകുമാരിയും പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസിന്റെ രേവതി ബാബുവുമാണ് സംസാരിച്ച് നമ്മൾ കണ്ടത്. വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, ബ്രൂവറി വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമാണോ ഇത്തരം ഒരു നീക്കത്തിലേക്ക് ഇവരെല്ലാം നയിച്ചിട്ടുള്ളത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രധാനമായി CPM ഈ ആദ്യഘട്ടത്തിൽ ഇത് ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ മദ്യ കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ പഞ്ചായത്ത് അറിഞ്ഞതിന് ശേഷം ഒത്തുകളിച്ചു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചൊക്കെയാണ് ആദ്യമേ അവിശ്വാസം വന്നത്. പക്ഷേ പിന്നീട് അത് വിവാദമായപ്പോൾ മദ്യ കമ്പനിക്ക് വേണ്ടി CPM ഒത്തുകളിക്കുന്നു എന്ന ആരോപണമൊക്കെ വന്നപ്പോൾ ഇത് പ്രാദേശിക വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു അവിശ്വാസം പ്രമേയം കൊണ്ടുവരുന്നത് എന്നുള്ള നിലപാടിലേക്ക് പിന്നീട് പോയി. അതേസമയം തന്നെ കോൺഗ്രസും BJPയും ആരോപിക്കുന്നു മദ്യ കമ്പനിക്ക് വേണ്ടിയാണ് CPM ഇത്തരത്തിൽ അവിശ്വാസം കൊണ്ടുവരുന്നത്, പഞ്ചായത്തിന്റെ ഭരണത്തെ അട്ടിമറിക്കാനാണ് അവർ ശ്രമിക്കുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പല ആരോപണങ്ങളും ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് CPM നേതാക്കൾ പറയുന്നത് താങ്കൾ ഇത്തരത്തിൽ മദ്യ കമ്പനിയുമായി ഇതിനൊരു ബന്ധമില്ല, ഈ വിഷയവുമായി ബന്ധമില്ല, പ്രാദേശികമായ വിഷയങ്ങളാണ് ഇതിന് കാരണമെന്നാണ്. പക്ഷേ ഇന്നത്തെ അവിശ്വാസം ദയനീയമായി പരാജയപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ചർച്ചയ്ക്ക് പോലും എടുക്കാതെ അവിശ്വാസം തള്ളി. കോറം തികയാനായില്ല. 22 അംഗ പഞ്ചായത്തിൽ 11 അംഗങ്ങൾ ഉണ്ടെങ്കിലേ കോറം തികയൂ, എങ്കിൽ മാത്രമേ അവിശ്വാസം ചർച്ചയ്ക്ക് എടുക്കൂ. പക്ഷേ 11 അംഗങ്ങൾ പോലും ഉണ്ടായില്ല. CPMന്റെ 8 അംഗങ്ങൾ മാത്രമാണ് ഈ പരിപാടിക്ക് വന്നത്, ഈ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുന്ന വേദിയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ കോറം തികയാത്തത് മൂലം പ്രമേയം അവതരിപ്പിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്.